ഇരട്ട കൊലപാതകമാണ്. സുധാകരന്റെയും ലക്ഷ്മിയുടെയും കൊലപാതകം നടത്തിയതും ചെന്താമരയാണ്. സജിത വധക്കേസിൽ നിസ്സംശയം കോടതിക്ക് ബോധ്യപ്പെട്ടിരുന്നു ചെന്താമര കുറ്റക്കാരനാണ്. ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ചെന്താമരയ്ക്ക് നൽകിയിരിക്കുന്നു. അപൂർവമായ ഒരു കൊലപാതകം എന്ന രീതിയിലുള്ള വിലയിരുത്തലിലേക്ക് കോടതി വന്നിട്ടില്ല. പ്രോസിക്യൂഷന്റെ ആവശ്യം പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ചെന്താമരയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് നെന്മാറ സജിത വധക്കേസിൽ. സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് നടന്നത്. പാലക്കാട് നെന്മാറയിൽ 2019 ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. ആ കേസിലാണ് ഇപ്പോൾ ചെന്താമരയെക്കുറിച്ച് ഒരുപാട് കേരളം ചർച്ച ചെയ്തതാണ്. ചെന്താമരയുടെ ക്രൂരതയെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. ജാമ്യത്തിൽ ഇറങ്ങി 2 കൊലപാതകം നടത്തിയ ആളാണ് ചെന്താമര. അതിനാൽ ചെന്താമരയ്ക്ക് ഈ ആദ്യ കൊലപാതകത്തിൽ വധശിക്ഷ നൽകണം എന്നുള്ള കാര്യം, ഈ പ്രതി ഏതെങ്കിലും രീതിയിൽ വെളിയിൽ ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായാൽ അത് സമൂഹത്തിനാകെ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണെന്നാണ്. ഇരട്ട ജീവപര്യന്തമാണ് നൽകിയിരിക്കുന്നത്. വധശിക്ഷയില്ല, ഇരട്ട ജീവപര്യന്തമാണ് ഈ സജിത വധക്കേസിൽ ചെന്താമരയ്ക്ക് നൽകിയിരിക്കുന്നു. ഒരു കുറ്റബോധവുമില്ലാതെയാണ് കഴിഞ്ഞ ദിവസം ചെന്താമര പെരുമാറിയിരുന്നത് കോടതിയിൽ എന്നുകൂടിയുണ്ട്. ഇതുകൂടി കണക്കിലെടുത്തായിരുന്നു വധശിക്ഷ നൽകണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. പക്ഷേ ഇരട്ട ജീവപര്യന്തമാണ് നൽകിയിരിക്കുന്നത്. ഈ പ്രതി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള നിരീക്ഷണത്തിലേക്കാണ് കോടതി വരുന്നത്. പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. പാലക്കാട് 4ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇരട്ട ജീവപര്യന്തം 3.25 ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഏതായാലും ചെന്താമരയുടെ ക്രൂരതയ്ക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായി അംഗീകരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത് വധശിക്ഷ ചെന്താമരയ്ക്ക് നൽകണം എന്നായിരുന്നു. എന്നാൽ ആ വാദത്തെ കോടതി അംഗീകരിച്ചിട്ടില്ല. പകരം ഇരട്ട ജീവപര്യന്തമാണ്, അതായത് വലിയൊരു കാലം തടവ് ശിക്ഷ അനുഭവിക്കേണ്ട ഒരു ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3.25 ലക്ഷം രൂപ പിഴ നൽകണം എന്നും കോടതി ഉത്തരവിട്ടിരിക്കുന്നു. കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഈ വിധിപ്പകർപ്പ് ലഭിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ചെന്താമര നടത്തിയ ആദ്യ കൊലപാതകത്തിന് സജിത വധക്കേസിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു കൊലപാതകമായിരുന്നു ഇത്. 2019 ജനുവരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അയൽവാസിയായ സജിതയെ ക്രൂരമായിട്ടായിരുന്നു ചെന്താമര കൊലപ്പെടുത്തിയത്. ആ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് തിരുപ്പൂരിലും മക്കൾ സ്കൂളിലുമായിരുന്നു. തിരികെ വീട്ടിൽ വന്ന മക്കളാണ് ഈ സജിത കൊല്ലപ്പെട്ടതായി കാണുന്നത്. ഈ കേസിലെ സാക്ഷിയെ ഉൾപ്പെടെ ചെന്താമര വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. പുഷ്പ എന്ന സാക്ഷിയാണ് ചെന്താമര ഈ കൊലപാതകം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത്. അതിനുശേഷം പുഷ്പയെ വധിക്കുമെന്ന് ചെന്താമര പറഞ്ഞിരുന്നു. ആ പുഷ്പ നാട് വിട്ടുപോയിരിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ചെന്താമര നടത്തിയ ആദ്യ കൊലക്കേസിൽ വിധി ഉണ്ടായിരിക്കുകയാണ്. ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ചെന്താമരയ്ക്ക് പാലക്കാട് 4ാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3.25 ലക്ഷം രൂപ പിഴയും ഒടുക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷം ബാക്കി കൂടുതൽ വിശദാംശങ്ങൾ ഇനി അറിയാനാവുന്നതേ ഉള്ളൂ. ഏതായാലും ചെന്താമരയുടെ ക്രൂരതയ്ക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറയാം. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. അതിക്രമിച്ചു കടക്കൽ, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളായിരുന്നു ചെന്താമരയ്ക്കെതിരെ. ഇതിൽ കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ളവയായിരുന്നു ചെന്താമരയ്ക്കെതിരെ പ്രോസിക്യൂഷൻ ഉയർത്തിയ കുറ്റങ്ങൾ. ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. അപൂർവമായ കേസായി പരിഗണിക്കണമെന്നും പ്രോസിക്യൂഷന്റെ വാദമുണ്ടായിരുന്നു. എന്നാൽ ഈ വാദമുഖങ്ങൾ കോടതി അംഗീകരിച്ചു എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയില്ല. കൂടുതൽ പ്രതിക്ക് മാനസാന്തരത്തിനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നുവെങ്കിലും ആ വാദങ്ങളെല്ലാം തന്നെ നിസ്സംശയം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയാണ് പ്രതിക്ക് വിധിച്ചിരിക്കുന്നത്. ഇനി പരോൾ അനുവദിക്കുമോ? ഈ പരോളിൽ ഇറങ്ങിയ സമയത്താണ് പ്രതി ഒരു ഇരട്ട കൊലപാതകം നടത്തിയത്. അതുകൊണ്ട് ചെന്താമരയ്ക്ക് പരോൾ അനുവദിക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിധിപ്പകർപ്പ് ലഭിച്ചാൽ മാത്രമേ വിശദമാവുകയുള്ളൂ. ഏതായാലും ഈ ചെന്താമരയ്ക്ക് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. 3.25 ലക്ഷം രൂപ പിഴയും ചെന്താമര ഒടുക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ കേസിൽ പ്രധാനമായും 56 സാക്ഷികളെയാണ് പ്രധാനമായും വിസ്തരിച്ചിരുന്നത്. ചെന്താമരയുടെ ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ളവർ കേസിൽ സാക്ഷികളായിരുന്നു. ചെന്താമരയുടെ ഭാര്യയും മക്കളും ഉൾപ്പെടെ സാക്ഷികളായിരുന്നു. അവരും പ്രധാനമായും ഈ ചെന്താമരയ്ക്കെതിരെയുള്ള വിധിയാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ
ഈ കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. 2019 ജനുവരിയിലാണ് സംഭവം ഉണ്ടായത്. അന്ന് വീട്ടിൽ നിന്ന്, അതായത് അയൽവാസിയായ സജിത തൻ്റെ കുടുംബജീവിതം നശിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെന്താമര സജിതയെ വകവരുത്തിയത്. ഒരു മന്ത്രവാദിയുടെ ഉപദേശമായിരുന്നു സജിതയാണ് ഇത്തരത്തിൽ തൻ്റെ കുടുംബജീവിതം തകർക്കാൻ കാരണം എന്നാണ് ചെന്താമര വിശ്വസിച്ചിരുന്നത്. ഒപ്പം തന്നെ ഈ സമീപത്തുള്ള പല സ്ത്രീകളെയും ചെന്താമര ലക്ഷ്യം വെച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. അതിനുശേഷം അതിനുവേണ്ടി ഒരു ലിസ്റ്റ് തന്നെ ചെന്താമര തയ്യാറാക്കിയിരുന്നു എന്നതുൾപ്പെടെയുള്ള മൊഴികളാണ് ചെന്താമരയുടെ ഭാര്യയും മക്കളും കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും ചെന്താമരയ്ക്ക് ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. ഇരട്ട ജീവപര്യന്തം തടവിലാണ് ചെന്താമരയെ ശിക്ഷിച്ചിരിക്കുന്നത്. 3.25 ലക്ഷം രൂപ പിഴയും ഒടുക്കണം എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു 2019 ജനുവരിയിൽ നടന്നത്. സജിതയുടെ ഭർത്താവും മക്കളും ഇല്ലാതിരുന്ന സമയത്ത് ചെന്താമര വീട്ടിൽ ചെന്ന് ഈ സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ജാമ്യത്തിൽ, അതായത് പരോളിൽ പുറത്തിറങ്ങിയ പ്രതി ഇരട്ട കൊലപാതകം കൂടെ നടത്തി. അതായത് ഈ സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മായിയമ്മ ലക്ഷ്മിയെയുമാണ് ചെന്താമര അന്ന് വകവരുത്തിയത്. 2025 ജനുവരിയിലായിരുന്നു ഈ 2 ഇരട്ട കൊലപാതകങ്ങളും സംഭവിച്ചിരുന്നത്. ഈ അതിനുശേഷം പ്രതിയെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഈ കേസിന്റെ വിചാരണ ആരംഭിച്ചിട്ടില്ല. ഏതായാലും ഈ കേസിന്റെ വിചാരണ ഉടൻ ആരംഭിക്കും എന്നാണ് കരുതുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോടതിയിലേക്ക് വളരെ ക്ഷോഭത്തോടെയും മറ്റുമാണ് ചെന്താമര കടന്നു വന്നിരുന്നത് എങ്കിൽ ഈ അവസാന ദിവസം ഇന്ന് മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാതെയാണ് ചെന്താമര കോടതി വളപ്പിലേക്ക് കയറിയത്. നിസ്സംഗനായിട്ടാണ് കയറിയത്. തനിക്ക് മാനസാന്തരത്തിനുള്ള ഒരു അവസരം നൽകണം എന്ന് കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകൻ വാദിക്കുകയും ചെയ്തു. ഏതായാലും ചെന്താമരയുടെ അപേക്ഷകളൊന്നും തന്നെ കോടതി മുഖവിലക്കെടുത്തില്ല. അവസാനം ചെന്താമരയ്ക്ക് ശിക്ഷ നൽകിയിരിക്കുകയാണ്. ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ആ തടവ് ശിക്ഷയ്ക്കൊപ്പം തന്നെ 3.25 ലക്ഷം രൂപ പിഴയും ഒടുക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിക്രമിച്ചു കടക്കൽ, തെളിവ് നശിപ്പിക്കൽ, കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയിരുന്നത്. ആ വകുപ്പുകളെല്ലാം തന്നെ കൃത്യമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നു. പ്രതിഭാഗത്തിന്റെ അപേക്ഷകൾ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവമാണ് പാലക്കാട് 4ാം അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ചെന്താമരയുടെ ക്രൂരതയ്ക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ മണിക്കൂറിൽ പറയാൻ സാധിക്കും. പക്ഷേ അത് പ്രോസിക്യൂഷൻ ആഗ്രഹിച്ചതുപോലെ, അല്ലെങ്കിൽ സജിതയുടെയും സുധാകരന്റെയും മക്കളോ കുടുംബമോ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് കോടതി കടന്നിട്ടില്ല. പകരം ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഇനി പ്രതിക്ക് പരോൾ നൽകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വിധിന്യായത്തിൽ ഉണ്ടാകും. പരോൾ അനുവദിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിധിന്യായത്തിൽ ലഭിച്ചാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പരോൾ ഇറങ്ങിയപ്പോഴാണ് പ്രതി 2 ഇരട്ട കൊലപാതകങ്ങൾ കൂടെ നടത്തിയത്. ആ ഒരു സാഹചര്യം കൂടെ കോടതി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു ശിക്ഷാവിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു സജിതയുടേത് എന്നാണ് ദൃക്സാക്ഷി മൊഴി നൽകിയിരിക്കുന്നത്. ഈ ദൃക്സാക്ഷി മൊഴി നൽകിയ